Chapter 5 Continuity and Differentiability Part 2. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ സൈഡഡ് ലിമിറ്റ്സ്, ദാറ്റ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സെക്കൻഡ് വൺ, 3 ways in which limit of a function fail to exist. Third one, some important limits. One-sided limits. First one, left hand limit. The limit of a function as x approaches a real number a from left is written as limit x tends to a minus f of x. X tends to a from left side. That is, x takes values very close to a and x is less than a. When x tends to a minus, it means that x takes values very close to a and x is less than a. If x tends to a from left side, that is x tends to a and x is less than a, and if f of x tends to L, we write it as limit x tends to a minus f of x equal to L, and is known as left hand limit of f of x at x equal to a. Second one, right hand limit. The limit of a function as x approaches to a real number a from the right is written as limit x tends to a plus f of x. Limit x tends to a plus means x takes values very close to a and x is greater than a. As x tends to a and x greater than a, suppose f of x tends to L, that is written as limit x tends to a plus f of x is equal to L. പാർട്ട് 1 വീഡിയോ കണ്ട ശേഷം പാർട്ട് 2 വീഡിയോ കാണണം. പാർട്ട് 1 ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ച ശേഷം പാർട്ട് 2 വീഡിയോ കാണണം. ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 വെൻ എക്സ് ലെസ് ദാൻ 0, 0 വെൻ എക്സ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് 2 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. And a is 0, x is tending to 0. When x tends to 0 from left side, that is when this a moves to this 0 from left of this 0, a2 tends to minus 2. F of x tends to minus 2. So limit x tends to 0 minus f of x is minus 2. When x tends to 0 from right side, b2 tends to 2. That is f of x tends to 2. Limit x tends to 0 plus f of x is equal to 2. Here left hand limit and right hand limit exist because this value is finite real number, but they are not equal. So limit x tends to 0 f of x does not exist. If the left hand limit and right hand limit exist and are equal, then we say that the limit of the function as x approaches a exist. That is, limit x tends to a f of x exist and limit x tends to a f of x equal to L, the common value. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എൽ ആയിരുന്നു. അന്നേരം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ നടക്കും. ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 3 മൈനസ് എക്സ്, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. Find first one f of 0, second one limit x tends to 0 plus f of x, third one limit x tends to 1 minus f of x, fourth one limit x tends to 1 plus f of x, then f of 1 limit x tends to 1 f of x, limit x tends to 2 minus f of x and f of 2. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ 0-1 ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എക്സ് പ്ലസ് 2, ഇൻ ഓപ്പൺ ഇൻ്റർവൽ 1 to 3 മൈനസ് എക്സ്. ഇപ്പോൾ ഡൊമെയിൻ 0 മുതൽ 2 വരെയാണ്. ഡൊമെയിൻ വരുന്നത് ക്ലോസ്ഡ് അറ്റ് 0, ഓപ്പൺ അറ്റ് 2 ആണ്. അപ്പോൾ ഈ 2-ൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ 0-ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, 2-ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഗ്രാഫ് ഇതുപോലെയാണ് വരുന്നത്. 0-2 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ 1-3 ബിലോങ്സ് ടു എഫ്. But this 1-2 not belongs to f, 2-1 not belongs to f. അതുകൊണ്ട് ഇവിടെ ഈ പോയിന്റിൽ ക്ലോസ്ഡ് സർക്കിൾ ആണ് ഇട്ടിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഗ്രാഫിൻ്റെ അകത്തുണ്ട്. ഇവിടെ 2 പോയിന്റ്സിൽ ഓപ്പൺ സർക്കിൾ ആണ് ഇട്ടിരിക്കുന്നത്. ഈ 2 പോയിന്റ്സും ഗ്രാഫിൻ്റെ അകത്ത് ഇല്ല.
സീറോൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 2ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിഫൈൻ അല്ല. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ എൻ പോയിന്റ്സിൽ അതായത് എക്സ് ഈക്വൽ ടു 0 ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അറ്റ് എക്സ് ഈക്വൽ ടു 2 ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, വേറെ പോയിന്റ്സിലൊന്നും കുഴപ്പമില്ല, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ കണ്ടുപിടിക്കാം. എഫ് ഓഫ് 0 ഇവിടെയാണ് എക്സ് ഈക്വൽ ടു 0. സോ ഫംഗ്ഷൻ ഇസ് എക്സ് പ്ലസ് 2, പുട്ട് എക്സ് ഈക്വൽ ടു 0, 0 പ്ലസ് 2 2. സോ എഫ് ഓഫ് 0 ഈക്വൽ ടു 2. Limit extends to 0 plus f of x. Extends to 0 plus means x value is very close to 0 and x is greater than 0. So plus ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് greater than, x is greater than 0. So limit extends to 0 when x greater than 0. x is greater than 0. Function is x plus 2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ഉള്ളതിനെ നമ്മൾ എഴുതേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. എന്നിട്ട് എഫ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് ഗ്രേറ്റർ ദാൻ 0, ദെൻ റൈറ്റ് എക്സ് പ്ലസ് 2, ദെൻ പുട്ട് എക്സ് ഈക്വൽ ടു 0, 0 പ്ലസ് 2 ഈക്വൽ ടു 2. Now third one, limit extends to 1 minus f of x. X tends to 1 and x is less than 1. When x less than 1, f of x is x plus 2. So limit extends to 1, x plus 2. Put x equal to 1, 1 plus 2 equal to 3. Now fourth one, limit extends to 1 plus f of x. X tends to 1 and x is greater than 1. When x greater than 1, f of x is 3 minus x. So this limit is equal to limit extends to 1, 3 minus x. Okay, replace this f of x by 3 minus x. Then put x equal to 1. 3 minus 1. 3 minus 1 is 2. Now f of 1. Here x is equal to 1. Okay, so f of x is x plus 2. In x plus 2, put x equal to 1. 1 plus 2, 3. Next we have to find limit extends to 1 f of x. Here left hand limit, that is limit extends to 1 minus f of x is 3 and limit extends to 1 plus f of x is 2. So left hand limit is not equal to right hand limit. So limit extends to 1 f of x does not exist. Next we have to find limit extends to 2 minus f of x. X is tending to 2 and x is less than 2. When x is less than 2, f of x is 3 minus x. So here we have to write 3 minus x. Then put x equal to 2. 3 minus 2 is 1. So limit extends to 2 minus f of x is 1. Now we have to find f of 2. Function is not defined at 2. Would x equal to 2 illa. X is less than 2. Domain is 0 to closed at 0, open at 2. 2 not belongs to domain. So f of x is not defined at the point 2. So f of 2 is not defined. ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് 0 അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് 2 ഈ രണ്ട് പ്രോബ്ലംസ് ഇതിൽ ചോദിച്ചിട്ടില്ല. കാരണം അവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 2ൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. Now second one, f of x equal to x square minus 1 divided by x minus 1. X is not equal to 1. Find limit extends to 1 f of x. When x equal to 1, function is not defined. So domain of this function is r minus at 1. So here x is not equal to 1. Function 1 എന്ന് പറയുന്ന പോയിന്റിൽ defined അല്ല. Function is not defined at x equal to 1. But we can find limit extends to 1 f of x. X square minus 1 we can write it as x minus 1 into x plus 1. So this is equal to x minus 1 into x plus 1 divided by x minus 1. Cancelling x minus 1 we get x plus 1. So f of x is equal to x plus 1. But here x is not equal to 1. ആ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ f of x equal to x plus 1 മാത്രം എടുത്താൽ പോരാ. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. x is not equal to 1. ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതുപോലെയാണ് വരുന്നത്. എക്സ് പ്ലസ് 1 സ്ട്രേറ്റ് ലൈൻ ഉണ്ടാകും. ചെറിയൊരു വ്യത്യാസമാണ്. ഈ ഒരു പോയിന്റിൽ എക്സ് ഈക്വൽ ടു 1ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓപ്പൺ സർക്കിൾ ഇട്ടിരിക്കുന്നത്. അതായത് ഈ പോയിന്റ് 1, 2 എന്ന് പറയുന്ന പോയിന്റ് ഗ്രാഫിൻ്റെ അകത്ത് ഇല്ല. ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. വെൻ എക്സ് ടെൻസ് ടു 1 ഫ്രം ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 2. വെൻ എക്സ് ടെൻസ് ടു 1 ഫ്രം റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ഇസ് ടെൻഡിങ് ടു 2. Limit extends to 1 minus f of x equal to limit extends to 1
x plus 1. F of x is x plus 1. When x not equal to 1, f of x is x plus 1. Now put x equal to 1, 1 plus 1 equal to 2. Limit x tends to 1 plus f of x equal to limit x tends to 1, x plus 1. Put x equal to 1, 1 plus 1 equal to 2. 1 in the left side lum right side lum function x plus 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ x plus 1 തന്നെ എടുക്കുന്നത്. ഇപ്പോൾ ലിമിറ്റ് രണ്ട് സൈഡും വരുന്നത് 2 തന്നെയാണ്. So left hand limit and right hand limit exist and are equal. So limit x tends to 1 f of x exist and limit x tends to 1 f of x is equal to 2. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് f of 1 ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും limit at 1 exist. Now third one, f of x equal to x square, 0 less than or equal to x less than or equal to 1, 2 minus x, 1 less than x less than or equal to 2. Find limit x tends to 1 minus f of x, limit x tends to 1 plus f of x and limit x tends to 1 f of x. അപ്പോൾ ഈ 1ലാണ് ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് രണ്ട് സ്വഭാവം കാണിക്കുന്നത്. 0 to 1 വരെ എക്സ് സ്ക്വയർ, 1 to 2 വരെ 2 മൈനസ് എക്സ്. 1ൽ ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പീസ് വൈസ് ഫംഗ്ഷനാണിത്. രണ്ട് പീസ് ആയിട്ടാണ് ഗ്രാഫ് വരിക. ഇതുപോലെയാണ് ഫംഗ്ഷൻ വരുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്ക് പാരാബോളൻ്റെ ഒരു പാർട്ടാണ്. എക്സ് സ്ക്വയർ ഇസ് പാരാബോളൻ്റെ ഒരു പാർട്ടാണ്. 1 മുതൽ 2 വരെ 1 മുതൽ 2 വരെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു പാർട്ട് വരും. അതായത് ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരും. ഇവിടുന്ന് ഇവിടം വരെ എക്സ് സ്ക്വയറിൻ്റെ പാർട്ടും ഇവിടുന്ന് ഇവിടം വരെ 2 മൈനസ് എക്സ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഗ്രാഫിൽ ഈ എല്ലാ പോയിന്റ്സും ഗ്രാഫിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഹോൾ അല്ലെങ്കിൽ ജമ്പ് ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരക്കാൻ പറ്റുന്ന ഗ്രാഫാണ് ഇത്. We have to find left hand limit at 1, right hand limit at 1 and f of 1. Limit x tends to 1 minus f of x, 1 minus, so x is less than 1, so f of x is x square. So limit x tends to 1 x square, put x equal to 1, 1 square equal to 1. Limit x tends to 1 plus f of x, that is limit x tends to 1 and x is greater than 1. When x greater than 1, f of x is 2 minus x, so 2 minus x. Then put x equal to 1, 2 minus 1 equal to 1. ലിമിറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലാസും കൂടി ഈ വീഡിയോൻ്റെ അവസാനം തരുന്നുണ്ട്. ഈ വീഡിയോൻ്റെ അവസാനം ഇമ്പോർട്ടൻ്റ് ആയ ലിമിറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. So here left hand limit and right hand limit exist and are equal. So limit x tends to 1 f of x exist and limit x tends to 1 f of x equal to 1. The common value ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. Now fourth one, f of x equal to 1 minus x square, x less than or equal to 1. 3, 1 less than x less than 2. 2x minus 1, x greater than or equal to 2. 3 പീസായിട്ടാണ് ഗ്രാഫ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ഗ്രാഫ് ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വെൻ എക്സ് ഇസ് ലെസ് ദാൻ 1, എഫ് ഓഫ് എക്സ് ഇസ് 1 മൈനസ് എക്സ് സ്ക്വയർ. പാരാബോളയാണ്. 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഒരു പാർട്ട് വരും. വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 1 മൈനസ് എക്സ് സ്ക്വയർ. When x is in between 1 and 2, 1നും 2ൻ്റെ എടുക്കാന്ന് എക്സ് എങ്കിൽ എഫ് ഓഫ് എക്സ് വരുന്നത് 3. അപ്പോൾ ഇതുപോലെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് 3. ഇവിടെ നിന്ന് ഇവിടം വരെ 3 ആണ്. ദെൻ വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2, എഫ് ഓഫ് എക്സ് ഇസ് 2x മൈനസ് 1. 2x മൈനസ് 1 ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ ഈ പാർട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഇവിടെ 1 എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 1, എക്സ് 1 വരുന്നത് ഇവിടെയാണ്. വെൻ എക്സ് ഇസ് 1, എഫ് ഓഫ് എക്സ് ഇസ് 1 മൈനസ് എക്സ് സ്ക്വയർ. When x is 2, f of x is 2x minus 1. ഈ പോയിന്റ് 1, 3 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്തില്ല. അതായത് ഇവിടെ എക്സ് 1 എടുക്കുമ്പോൾ 3 ആണ് വരുന്നത്. 1, 3 ഗ്രാഫിൻ്റെ അകത്ത് ഇല്ല. അതിന് പകരം ഇരിക്കുന്ന ഇതാണ് 1, 0 ആണ്. ഇവിടെയാണ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ 1 മൈനസ് 1 0 വരും. 1 is mapped to 0. 1 is not mapped to 3. ഈ രണ്ട് പോയിന്റ്സും ഗ്രാഫിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം 1ന് ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഫംഗ്ഷനാണ്. സോ 1 to 0 അതാണ് ഇവിടെ മാപ്പ് ചെയ്യുന്നത്. 1, 3 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്. ഇൻട്രസ്റ്റിംഗ് ആയ ഗ്രാഫാണ്. ഹോക്കി സ്റ്റിക്ക് പോലെ കാണുന്നുണ്ടല്ലേ ഇതിനെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഹിയർ എക്സ് ഇസ് ലെസ് ദാൻ 1. വെൻ എക്സ് ലെസ് ദാൻ 1, എഫ് ഓഫ് എക്സ് ഇസ് 1 മൈനസ് എക്സ് സ്ക്വയർ. Then put x equal to 1. 1 minus 1 square, that is 1 minus 1, 0.
Now limit x tends to 1 plus f of x, that is here x is greater than 1. When x greater than 1, f of x is 3. So limit x tends to 1, 3. Limit x tends to 1, 3 is equal to 3. 3 is a constant function, so limit is also 3. So here left hand limit is not equal to right hand limit. So limit x tends to 1, f of x does not exist. Now limit x tends to 2 minus f of x, that is here x is less than 2. When x is less than 2, f of x is 3. So limit x tends to 2, 3, which is equal to 3. Limit x tends to 2 plus f of x. Here x is greater than 2, so f of x is 2x minus 1. Now put x equal to 2. 2 into 2 minus 1, 4 minus 1 is 3. Here left hand limit and right hand limit are equal. So limit x tends to 2, f of x exists. Limit x tends to 2, f of x is equal to 3. Now fifth one, f of x equal to 3 minus x, 0 less than x less than 2 and equal to x minus 1 whole square, 2 less than x less than 3. Find limit x tends to 2 minus f of x and limit x tends to 2 plus f of x. ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതുപോലെയാണ് വരുന്നത്. 0 to 2 3 മൈനസ് എക്സ്. ഇപ്പോൾ 0 മുതൽ 2 വരെ ഇവിടെ ഇങ്ങനെയാണ് 3 മൈനസ് എക്സ്. 2 to 3 ഫംഗ്ഷൻ ഇസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ്റെ പാർട്ടാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഇത് പാരബോള എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ ഒരു പാർട്ടാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എൻ പോയിന്റ്സ് 0, 3 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, 2, 1 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്, 3, 4 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്. ഇവിടെ ഒന്നും ഈക്വൽ ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ഈ പോയിന്റ്സ് ഒന്നും ഗ്രാഫിൻ്റെ അകത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ സർക്കിൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പോയിന്റ്സ് ഒന്നും ഗ്രാഫിൻ്റെ അകത്തില്ല. പ്രോബ്ലത്തിൻ്റെ സൈഡിൽ റഫായിട്ട് ഗ്രാഫ് ഒന്ന് വരച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സൈഡിൽ ചെറുതായിട്ട് ഗ്രാഫ് വരച്ച് വെച്ചേക്കണം. Limit x tends to 2 minus f of x equal to limit x tends to 2, f of x is 3 minus x, because x is less than 2, so f of x is 3 minus x. Now put x equal to 2, 3 minus 2 equal to 1. Now limit x tends to 2 plus f of x. Here x is greater than 2. When x is greater than 2, f of x is x minus 1 whole square. Now put x equal to 2, 2 minus 1 whole square, that is 1 square, which is equal to 1. Therefore, left hand limit and right hand limit exist and are equal. So, limit x tends to 2, f of x exist and limit x tends to 2, f of x is equal to 1. ഇപ്പോൾ ഈ 2-ൽ x equal to 2-ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. 2, 1 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്. പക്ഷെ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വെൻ എക്സ് ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ്, എഫ് ഓഫ് എക്സ് ടെൻസ് ടു 1. എഫ് ഓഫ് എക്സ് വരുന്നത് 1-ലേക്കാണ്. വെൻ എക്സ് ടെൻസ് ടു 2 ഫ്രം റൈറ്റ് സൈഡ്, എഫ് ഓഫ് എക്സ് ടെൻസ് ടു 1. ഇപ്പോൾ ഇവിടെ ഫംഗ്ഷൻ y വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് 1-ലേക്ക് വരും. അതുപോലെ ഇവിടെയും റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് വരുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് 1-ലേക്ക് വരും. ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എഫ് ഓഫ് 2 ഡസ് നോട്ട് എക്സിസ്റ്റ്. Now sixth one, f of x equal to sin 1 by x at x equal to 0. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. സൈൻ 1 by എക്സിൻ്റെ ഗ്രാഫാണിത്. ഇപ്പോൾ 0 എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ ഒരുപാട് ലൈൻസ് കാണുന്നുണ്ട്. അതായത് വെൻ എക്സ് ടെൻസ് ടു 0, ഫംഗ്ഷൻ ഓസിലേറ്റ്സ് ബിറ്റ്വീൻ -1 and 1. When x is very close to 0, function oscillates infinitely many times between -1 and 1. When x tends to 0 from left side, we know that 1 by x tends to -infinity. When x tends to 0 from right side, 1 by x tends to infinity. അതായത് ഈ ഇവിടെ എടുക്കുന്ന വാല്യൂ എക്സ് ടെൻഡിങ് ടു 0, then 1 by x tends to infinity. When 1 by x tends to infinity, sin 1 by x oscillates between -1 and 1 infinitely many times. So when x tends to 0, sin 1 by x not tends to any particular value. As x tends to 0 minus, 1 by x tends to -infinity. And as x tends to 0 plus, 1 by x tends to infinity. As x approaches 0, sin 1 by x not tends to any particular value. Sin 1 by x oscillates between -1 and 1 infinitely many times. So limit x tends to 0, sin 1 by x does not exist. ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത്. -1, 1ൻ്റെ അടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
three ways in which limit of a function fail to exist. First one, the function approaches different values from the left and right. That is, limit x tends to a minus f of x is not equal to limit x tends to a plus f of x. Second one, the function grows without bound. Third one, the function oscillates. നമ്മൾ ഓൾറെഡി ഇതിന് എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സ് ടെൻസ് ടു എ ആകുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ വെൻ ദ ഫംഗ്ഷൻ ഗ്രോസ് വിതൗട്ട് ബൗണ്ട് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഒന്നും കൂടി നോക്കാം നമുക്ക്. Here function is f of x is x 0 less than or equal to x less than or equal to 1, 3 minus x 1 less than x less than 2. അതായത് 0 to 1 വരെ x ആണ്. 1 to 2 function is 3 minus x. Function is piecewise function. Graph ഇതുപോലെ രണ്ട് പീസ് ആയിട്ട് കിട്ടും. 1 to not belongs to graph. ഇവിടെ ഈക്വൽ ടു ഇല്ല. എക്സ് ഈക്വൽ ടു 1 വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പോൾ 1നെ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. വെൻ എക്സ് ടെൻസ് ടു 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് 1. വെൻ എക്സ് ടെൻസ് ടു 1 ഫ്രം ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 1. വെൻ എക്സ് ടെൻസ് ടു 1 ഫ്രം റൈറ്റ് സൈഡ് എക്സ് ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് നോക്കിയാൽ ഇവിടുന്ന് ഫംഗ്ഷന്റെ വാല്യൂ ഇവിടുന്ന് 2ലേക്കാണ് പോകുന്നത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് 2. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് 2. Here left hand limit is not equal to right hand limit. So limit x tends to 1 f of x does not exist. Now here function is 1 by x minus 2. When x tends to 2 from left side, f of x tends to minus infinity. When x tends to 2 from right side, f of x tends to infinity. എക്സ് 2ലേക്ക് പോകുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഡിക്രീസ് ചെയ്തുകൊണ്ട് പോകും മൈനസ് ഇൻഫിലോട്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വന്നപ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ട് ഇൻഫിലോട്ട് പോയി. വെൻ എക്സ് ടെൻസ് ടു എ പെർട്ടിക്കുലർ വാല്യൂ എ, എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഐദർ ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. ഇൻ ദിസ് കേസ് ആൾസോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നൗ തേർഡ് വൺ, sin 3 by x. Here f of x is sin 3 by x. Now this function oscillates between minus 1 and 1 infinitely many times. Here also limit x tends to 0 f of x does not exist. ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് ടെൻഡ് ചെയ്യാത്തത് കൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ 3 കേസുകളിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. Now some important limits. ഫസ്റ്റ് ഇയർ നമ്മൾ ഒരുപാട് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ്സിന്റെ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. അതൊന്നും കൂടി നന്നായിട്ട് പഠിച്ചു വെക്കണം. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫോർമുലാസ് ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ ഡെറിവേറ്റീവ്സ് കാണുന്ന സമയത്തും ഫോർമുലാസ് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ്, ലിമിറ്റ്സ് ഓഫ് റാഷണൽ ഫംഗ്ഷൻസ്. This formula, limit x tends to a, x raised to n minus a raised to n by x minus a equal to n a raised to n minus 1. Now fourth one, limits of trigonometric functions, limits of exponential function and logarithmic functions. ഈ 6 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്സിൽ നന്നായിട്ട് എഴുതിയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കണം. If f of x is a polynomial function, then limit x tends to a, f of x is equal to f of a. Replace x by a. f of x ലെ x ഉള്ള സ്ഥലത്ത് a കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് കിട്ടും. വളരെ ഈസിയാണ്. ഈ എക്സിന് പകരം a കൊടുക്കുക. പോളിനോമിയൽ ഫംഗ്ഷൻ ഇസ് ഓഫ് ദ ഫോം a0 plus a1x plus a2x square plus etc plus an x raised to n. a0, a1, an belongs to our real numbers and n belongs to w. That is, n takes value 0, 1, 2, 3, etc. n is a whole number. n belongs to w. w is set of all whole numbers. അതായത് f of x equal to x plus 1, x square, 2x square plus 3, 3x raised to 3 minus 4, x raised to 4 plus 3x cube plus 2, etc. These are polynomials. x ന്റെ പവർ ഹോൾ നമ്പർ ആയിരിക്കണം. 0, 1, 2, 3, etc. ആയിരിക്കണം. കോയിഫിഷ്യൻസ് നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എടുക്കാം. അതുപോലെ ഇരിക്കുന്ന ഫംഗ്ഷൻസ് ആണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. ഫംഗ്ഷൻ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാനില്ല. എക്സ് ഉള്ള സ്ഥലത്ത് എ കൊടുത്തു കഴിഞ്ഞാൽ ആ ലിമിറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x square plus 2x minus 3.
Put x equal to 1. 1 square plus 2 into 1 minus 3. 1 square is 1. 2 into 1 is 2. 1 plus 2, 3. 3 minus 3, 0. Second one, limit x tends to 3, x into x plus 1. X into x plus 1 is a polynomial function. X square plus x is a polynomial function. Now put x equal to 3. 3 into 3 plus 1. 3 into 4, 12. Now second one, rational functions. Functions of the form f of x by g of x are known as rational functions. Limit x tends to a, f of x by g of x is equal to f of a by g of a, where g of a not equal to 0. Denominator not equal to 0 ആയിരിക്കണം. ചില സമയത്ത് നമ്മൾ എഫ് ഓഫ് എക്സ് എക്സിന് എ കൊടുക്കുന്ന സമയത്ത് ജി ഓഫ് എക്സിൽ എക്സിന് എ കൊടുക്കുന്ന സമയത്ത് 0/0 എന്ന് പറഞ്ഞ ഫോം വരും. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഫാക്ടറൈസ് ചെയ്യണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടർ കോമൺ ആയിട്ട് ഉണ്ടാകും. എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ ഫാക്ടർ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ടാകും. അതിനെ ക്യാൻസൽ ചെയ്ത ശേഷം എക്സ് ഈക്വൽ ടു എ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. If f of a by g of a is in 0/0 form, then factorize numerator and denominator. Rewrite function cancelling the factors which are causing the limit to be of the form 0/0. Common factor cancel ചെയ്യാം. അതിനുശേഷം x equal to a കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റിന്റെ വാല്യൂ കിട്ടും. Limit x tends to 2, x minus 2 divided by x square minus 5x plus 6. ഇപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 2 minus 2, ഡിനോമിനേറ്റർ 2 square minus 5 into 2 plus 6. 2 minus 2 is 0. 4 minus 10 plus 6, that is 10 minus 10, 0. അപ്പോൾ ഇത് 0/0 ഇൻഡിറ്റർമിനന്റ് ഫോർമുല എന്നുള്ളത്. അങ്ങനെ വരാൻ കാരണം ഇവിടെ ഒരു ഫാക്ടർ കോമൺ ആയിട്ട് ഉണ്ടാകും. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. Okay, x square minus 5x plus 6. Sum is minus 5, product is 6. So minus 2 and minus 3. x minus 2, x minus 3. അല്ലെങ്കിൽ ഇത് നമ്മൾ വേറെ രീതിയിലും ചെയ്യാം. ക്വാഡ്രറ്റിക് ഇക്വേഷൻ ആണ്. x equal to minus b plus or minus root of b square minus 4 is a whole divided by 2a. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ എക്സിന് 2ഉം 3ഉം കിട്ടും. അന്നേരം ഫാക്ടറൈസ് ചെയ്യേണ്ടത് x minus 2 into x minus 3. എക്സിന് എ ബി കിട്ടി കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് വരുന്നത് എക്സ് മൈനസ് എ ആൻഡ് എക്സ് മൈനസ് ബി. So x square minus 5x plus 6 is x minus 2 into x minus 3. Now cancel x minus 2. Function is 1 by x minus 3. Then put x equal to 2. 1 by 2 minus 3, which is minus 1, which is equal to minus 1. So limit is minus 1. Now second one, limit x tends to 2, x square minus 4 divided by x cube minus 4x square plus 4x. ഇവിടെ നമ്മൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 square 4, 4 minus 4, 0. 2 cube is 8, 2 square 4, 4 into 4 is 16, plus 4 into 2, 8. So 8 plus 8, 16 minus 16, 0. 0/0 ഫോമിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ന്യൂമറേറ്റർ x square minus 4, that is x minus 2 into x plus 2. Now from denominator, first take x outside. X into, taking x outside, we get x square minus 4x plus 4. Now this x square minus 4x plus 4 is x minus 2 whole square. So cancel x minus 2. We get limit x tends to 2, x plus 2 divided by x into x minus 2. ഇവിടെ x minus 2 ഉള്ളത് കൊണ്ട് ഡിനോമിനേറ്റർ 0 വരും. 2 plus 2 divided by 2 into 2 minus 0. 4 by 2 into 0, 4/0, which is not defined. So limit x tends to 2, f of x does not exist. Now third one, important ആയ ഒരു ഫോർമുലയാണ്. ലിമിറ്റ് x tends to a, x raised to n minus a raised to n divided by x minus a equal to n a raised to n minus 1. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ലിമിറ്റ് x tends to 1, x raised to 15 minus 1 divided by x minus 1. ഇവിടെ n എന്താ? n is 15. This 1 is 1 raised to 15, a raised to n. So ആ ഫോമിൽ ഇത് കൊണ്ടുവന്നാൽ ഇത് 1 raised to 15. So here a is 1, n is 15. n a raised to n minus 1. n is 15, a is 1. 15, 1 raised to 15 minus 1, 14. 1 raised to 14 is 1. So 15 into 1 is 15. Now second one, x raised to 15 minus 1 divided by x raised to 10 minus 1. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Divide numerator and denominator by x minus 1. ഇവിടെ x is tending to 1. When x tends to a, denominator is x minus a. When x tends to 1, denominator is x minus 1.
So divide numerator and denominator by x minus 1. ഇനി നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ n 15, ഇവിടെ n 10 ആണ്. 15 into 1 raised to 14, 10 into 1 raised to 9. That is 15 by 10. Cancelling 5, we get 3 by 2. Now next is limits of trigonometric functions. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലാസ് ആണ്. Limit x tends to 0, sin x by x is 1. Limit x tends to 0, tan x by x is 1. Limit x tends to 0, 1 minus cos x by x equal to 0. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എം എക്സ് ബൈ എം എക്സ് ഇസ് 1. ഇപ്പോൾ ഇവിടെ എക്സ് ബൈ എക്സ് ആണെങ്കിൽ 1 വരും. അതുപോലെ എം എക്സ് ബൈ എം എക്സ് ഇസ് ഓൾസോ 1. ഇവിടെ എം എക്സ് ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലും എം എക്സ് തന്നെ വരണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് ഇസ് 1. ലിമിറ്റ് വൈ ടെൻസ് ടു 0, സൈൻ വൈ ബൈ വൈ ഇസ് 1. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എം എക്സ് ബൈ എം എക്സ് ഇസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എം എക്സ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ എം എക്സ് ആണ്, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എം എക്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എം ബൈ എം ചെയ്യണം. ഈ എം ലിമിറ്റിന് പുറത്തേക്ക് വെക്കാം. എം ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എം എക്സ് ബൈ എം എക്സ്. ദാറ്റ് ഇസ് എം ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു എം. Now next is limit x tends to 0, sin ax by sin bx. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് വരണം. സോ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ്. കംപ്ലീറ്റ് ആയില്ല, ഇവിടെ എ എക്സ് ആണ്, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എ ബൈ എ ചെയ്യണം. ഇവിടെ ബി എക്സ് ഉണ്ട്, ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ബി ബൈ ബി ചെയ്യണം. അപ്പം ഇതുപോലെ ഇനി നമ്മൾ ഈ എ ലിമിറ്റിന് പുറത്ത് വെക്കാം, ബിയും ലിമിറ്റിന് പുറത്തേക്ക് വെക്കാം. ഓക്കെ, ലിമിറ്റിന് പുറത്തേക്ക് കോൺസ്റ്റന്റ് നമുക്ക് കൊണ്ടുപോകാം. So a by b, limit x tends to 0, sin ax by ax, limit x tends to 0, sin bx by bx. 1 by 1 വരും. So we get a by b. ഫസ്റ്റ് ഇയർ നമ്മൾ ലിമിറ്റിന്റെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. Limit x tends to a f of x into g of x is limit x tends to a f of x into limit x tends to a g of x. Limit x tends to a c into f of x, where c is a constant, equal to c into limit x tends to a f of x. അതുപോലെ തന്നെ limit x tends to a f of x by g of x is limit x tends to a f of x divided by limit x tends to a g of x, where g of a not equal to 0. ആ തിയറം എല്ലാം ഒന്ന് സൈഡിൽ, നോട്ടിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ട് അതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 1 മൈനസ് കോസ് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് 1 മൈനസ് കോസ് ടു എക്സിന് ഫോർമുല ആവശ്യമുണ്ട്. കോസ് ടു എക്സ് ഇസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഈ ഫോർമുല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കോസ് ടു എക്സിന് 4 ഫോർമുലാസ് ഉണ്ട്. അതിൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് 1 മൈനസ് 2 കോസ് സ്ക്വയർ എക്സ്. അപ്പം നമ്മൾ ഈ 2 കോസ് സ്ക്വയർ എക്സിനെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് ടു എക്സ് കിട്ടും. അതായത് ഇതിനൊരു എക്സ്പ്രഷൻ കിട്ടും. 1 മൈനസ് കോസ് ടു എക്സ് ഇസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ. കോൺസ്റ്റന്റ് 2 ലിമിറ്റിന് പുറത്തേക്ക് വെക്കാം. സോ 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സൈൻ എക്സ് ബൈ എക്സ് ഹോൾ സ്ക്വയർ. Now limit x tends to 0, sin x by x is 1. So 1 square. 2 into 1 square. 2 into 1 is 2. Now next is limits of exponential function. Limit x tends to 0, e raised to x minus 1 by x is equal to 1. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ്. ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്തും കൂടി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വെച്ചേക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, e raised to 3x minus 1 by x. അപ്പോൾ ഇവിടെ e raised to x ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് വരണം. ഇവിടെ e raised to 3x ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 3x വരണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3/3. എന്നിട്ട് ഈ 3 ലിമിറ്റിന് പുറത്തേക്ക് വെക്കുക. കോൺസ്റ്റന്റിനെ ലിമിറ്റിന് പുറത്തേക്ക് എടുക്കാം. 3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, e raised to 3x minus 1/3x. അതിൻ്റെ ലിമിറ്റ് 1 ആണ്. സോ 3 ഇൻറ്റു 1 3. Now second one, limit x tends to 0, e raised to 3x minus 1/4x. Take 1/4 outside. So limit x tends to 0, e raised to 3x minus 1/x വരും. അപ്പോൾ ഇവിടെ 3 ഉള്ളത് കൊണ്ട്, ഇവിടെ 3 ഉള്ളത് കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും വേണം. Now we can take 3 outside. So answer is 3/4. Now third one, limit x tends to 0, e raised to 4x minus 1/x. അപ്പോൾ ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ആൻസർ is 4. Now next one, limit x tends to 0, e raised to 4x minus 1 divided by 3x. എന്താ ആൻസർ? 4/3.
സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e റേസ് ടു mx മൈനസ് 1 ബൈ nx. അപ്പോൾ ഇവിടെ 4ഉം 3 ആണെങ്കിൽ 4/3. അപ്പോൾ n ആണെങ്കിൽ m/n. Now next is limits of logarithmic functions. Limit extends to 0 log 1 plus x divided by x is equal to 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോർമുലയാണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് 1 പ്ലസ് 3x ബൈ എക്സ്. അപ്പോൾ ഇവിടെ 1 പ്ലസ് എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ ഇവിടെ 3x ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിലും 3 വരണം. അപ്പോൾ 3/3. ടേക്ക് 3 ഔട്ട് സൈഡ്. 3 into limit extends to 0 log 1 plus 3x by 3x, that is 3 into 1, which is equal to 3. Now second one, limit extends to 0 log 1 plus 3x by 4x. അപ്പോൾ ആദ്യം നമ്മൾ ഈ കോൺസ്റ്റന്റ് 1/4 ലിമിറ്റിന് പുറത്തേക്ക് വെക്കണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 3/3 ചെയ്യണം. കാരണം ഇവിടെ 3x ഉള്ളതുകൊണ്ട് 3/3 ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 3/4. ഇപ്പോൾ ഇവിടെ 3 ഇവിടെ 4 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3/4. ഇപ്പോൾ ഇവിടെ എയും ഇവിടെ ബിയും ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? a/b. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ ബി എക്സ് ഇസ് ഈക്വൽ ടു a/b. ലിമിറ്റ്സിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലാസും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും കൂടി നോട്ടിൽ എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 a റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഇസ് ലോഗ് a. Second one, limit extends to 0 x raised to x is equal to 1. Now third one, limit extends to 0 1 plus x raised to 1 by x is e. Now what is e? E equal to 2.718281828459045 etc. E is irrational number. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യോ എൻഡ് ചെയ്യോ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യോ ചെയ്യാതെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. e റേസ് ടു എക്സ് വെൻ എക്സ് ഇസ് 1 വി ഗെറ്റ് e. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോട്ട്സ് ഒക്കെ വൃത്തിക്ക് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, താങ്ക് യു.